3 പേടകത്തിന്റെ വിക്ഷേപണം മാറ്റി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബ 3 പേടകത്തിന്റെ വിക്ഷേപണം മാറ്റി. ഉപഗ്രഹത്തിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിയത്. ഇന്ന് വൈകിട്ട് 4:08 വിക്ഷേപണം നടത്തേണ്ടിയിരുന്നത്. എന്നാൽ വിക്ഷേപണത്തിന് 40 മിനിറ്റ് 50 സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ കൗണ്ട് ഡൗൺ നിർത്തുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 4:12 വിക്ഷേപണം നടത്താൻ ശ്രമിക്കുമെന്ന് ISRO അറിയിച്ചിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ പ്രിസിഷൻ ഫോർമേഷൻ ഫ്ലൈയിംഗ് ദൗത്യമാണ് പ്രോബ 3 എന്നാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി അവകാശപ്പെടുന്നത്. ഒരു ജോഡി പേടകങ്ങളെ ISRO ഒരൊറ്റ വിക്ഷേപണ വാഹനത്തിൽ ബഹിരാകാശത്തേക്ക് അയക്കുന്ന പ്രത്യേക ദൗത്യമാണിത്. നിശ്ചിത ഉയരത്തിൽ ഒരു പേടകത്തിന് മുന്നിൽ മറ്റൊരു പേടകം വരുന്ന തരത്തിൽ പ്രത്യേകമായി വിന്യസിക്കപ്പെടുന്ന കൊറോണോഗ്രാഫും ഒക്യുൽറ്ററും ബഹിരാകാശത്ത് കൃത്യമായി സൂര്യഗ്രഹണം സൃഷ്ടിക്കും. ഉപഗ്രഹങ്ങളുടെ ആകെ ഭാരം 550 കിലോഗ്രാമാണ്. സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും പുറഭാഗത്തുള്ളതും ചൂടേറിയതുമായ പ്രഭാവലയവുമായ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ നിർമ്മിച്ചതാണ് പ്രോബ 3. കൊറോണ പാളിയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ നൽകാൻ പ്രോബ 3യിലെ പേടകങ്ങൾക്കാകുമെന്നാണ് പ്രതീക്ഷ.